സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇപ്പോൾ ആൻറ്റി സോഷ്യൽ മീഡിയ ആണ് ശരിക്കും. എന്നെ നേരിട്ട് സംസാരിക്കും, എൻ്റെ അടുത്ത് പറയും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഞാൻ അവരുടെ പെങ്ങളെയാണോ കല്യാണം കഴിച്ചത്, അല്ലല്ലോ. ഈ ഇത്രയും സംസാരിക്കുമ്പോഴും താങ്കൾ എല്ലാ ദിവസവും മോർണിംഗിൽ മെസ്സേജ്, അത് ഹിന്ദിയിൽ വരുന്നുണ്ട്, തമിഴിൽ വരുന്നുണ്ട്, ഇംഗ്ലീഷിൽ വരുന്നുണ്ട്. അപ്പോൾ സത്യത്തിൽ എത്ര ഭാഷകൾ അറിയാം? 6 ഭാഷ എനിക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. ബാക്കി അറിയാവുന്ന ഭാഷകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല ലാംഗ്വേജസും കുറച്ച് അറിയാം. നന്നായിട്ട് അറിയാവുന്ന 6 ഭാഷകൾ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതിൽ ഈ രാവിലെ എഴുതുന്നതിൻ്റെ കാര്യം എനിക്കങ്ങനെ വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് 2015 ഞാൻ ഏറ്റവും എൻ്റെ ലൈഫിലെ ലോവസ്റ്റ് മൊമെന്റിൽ നിൽക്കുന്ന സമയത്ത് ആരും വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞില്ല സാരമില്ല എല്ലാം ശരിയാവും. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഐ വുഡ് ഹാവ് ബൗൺസ് ബാക്ക് മച്ച് ഫാസ്റ്റർ. അന്ന് ആരും അങ്ങനെ പറഞ്ഞില്ല. അന്ന് തീരുമാനിച്ചതാണ് എൻ്റെ ഭാഗത്തുനിന്ന് എനിക്കറിയാവുന്ന ആൾക്കാർക്ക് ഒരു നല്ല മെസ്സേജ് എല്ലാ ദിവസവും രാവിലെ പോകണം. അന്ന് തുടങ്ങി ഇന്ന് 10 വർഷം കംപ്ലീറ്റ് ആവുന്നു. 2015, 2025, ഇപ്പം 26 ആയി. 26 മെയ് 5-ാം തീയതി ആകുമ്പോൾ അത് 11ാമത്തെ വർഷത്തിലേക്ക് എത്തും. ഈ 11 വർഷവും ഈ 3 ഭാഷയിൽ രാവിലെ ഇംഗ്ലീഷിൽ 8 വരി, ഹിന്ദിയിൽ 4 വരി, തമിഴിൽ 4 വരി ഇത് എഴുതിയതാണ്. ഇപ്പോൾ സ്മൈൽസ് ആൻഡ് മൊമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം 5 വോളിയം ഇറങ്ങി, ഇംഗ്ലീഷ് മാത്രം. തമിഴിൻ്റെ നവീന നാൻമണി കടികകൾ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കളക്ഷൻ ഇറങ്ങുന്നുണ്ട്, അതിൻ്റെ 2ാമത്തെ വോളിയം ഇറങ്ങി. സോ ഞാൻ അറിയാതെ ഓൾമോസ്റ്റ് 9 പുസ്തകങ്ങൾ വന്നു കഴിഞ്ഞു. ഗ്രേറ്റ്. അപ്പോൾ ഇത് ചില ആൾക്കാർ പറയും റെക്കോർഡ് അപ്ലൈ ചെയ്തൂടെ. എന്തിന്, ആരെ കാണിക്കാനാണ് ഈ റെക്കോർഡ്? ആ റെക്കോർഡിന് അർഹനായ അല്ല, ഞാൻ പറയുന്നു അതിനേക്കാളും ഉപരി ആരെങ്കിലും ഒന്ന് ചിരിച്ചു കണ്ടാൽ മതി, സന്തോഷം. അത് മതി. വല്ലാത്തൊരു അവസ്ഥയിലിരിക്കുമ്പോൾ ഈ ഒരു മെസ്സേജ് അവർക്കൊരു പോസിറ്റീവ് വൈബ് വന്നാൽ, അപ്പൊ ഞാൻ ഈ 3500-4000 ആൾക്കാർക്ക് അയച്ചുകൊണ്ടിരുന്നത് വേറൊന്നും കൊണ്ടല്ല, അതിൽ ഒരാൾക്കേ അത് ഉപകരിക്കും. അത് ആരാന്ന് എനിക്ക് അറിയാത്തോണ്ടാണ് എല്ലാവർക്കും അയക്കുന്നത്. ഇഫ് ഐ വാസ് എന്താ പറയാ ഈ വലിയ അമാനുഷികനായിട്ടുള്ള അല്ലെങ്കിൽ ദിവ്യശക്തിക്കുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇന്ന ആൾക്കാണ് ആവശ്യം, അയാൾക്ക് മാത്രം അയച്ചേനെ. അങ്ങനെ ചെയ്യുന്നില്ല, എല്ലാവർക്കും പോകണം. തീർച്ചയായിട്ടും. അതുകൊണ്ടൊരു പോസിറ്റീവ്. എന്നിട്ടെന്താ, ഇത് വായിക്കാത്ത ആൾക്കാരുണ്ട്. എല്ലാ ദിവസവും നിങ്ങൾ ഒരേ മെസ്സേജ് അയക്കുന്നത്, രാവിലെ ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് മോർണിംഗ്സ് എന്നുള്ള ആദ്യത്തെ വരി മാത്രം അയച്ചു എല്ലാ ദിവസവും ഒരേ മെസ്സേജ് അയക്കുന്നത്. എന്ത് വൃത്തിയാണ്, നിങ്ങൾ വായിക്കണ്ട. അവർ ബാക്കി വായിച്ചില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ അത്ര ധൃതിയിൽ സ്വന്തം അച്ഛനെ കണ്ടാൽ പോലും എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഈ ഓൾഡ് മാനെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുടെ ഒരു ലോകമാണ്. കാരണം ഇത് നന്ദുകാവാലത്തിന്റെ ഒരു കഥയിൽ വന്നിട്ടുള്ള, റോഡിൽ കാർ ഓടിച്ചു പോകുമ്പോൾ ഏതോ ഒരു വയസ്സായ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, നിന്റെ അച്ഛനാണ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ അതിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ രാവിലെ എഴുതുന്നത് വായിക്കാൻ പറ്റിയൊന്നുമില്ല. പക്ഷെ വായിക്കുന്നവർക്ക് അത് ഉപകാരം ചെയ്യുമായിരിക്കും. ഐ ഹോപ്പ് സോ. തീർച്ചയായിട്ടും. ഈ നമ്മുടെ പ്രവാസം മതിയാക്കി ആണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. ഈ ഗിരീഷെല്ലാം പറഞ്ഞ പോലെ പ്രവാസം എന്ന് പറയുന്ന സാധനം ഉണ്ടായിട്ടില്ല. അപ്പം നാട്ടിലേക്ക് ഇവിടെ വന്ന് വീണ്ടും ട്രിവാൻഡ്രം ഉള്ള ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് വരികയും ഈ വിവാഹത്തിലേക്ക്, ദിവ്യമായിട്ടുള്ള വിവാഹത്തിലേക്ക് പോവുകയും ചെയ്തു. അത് ആ സാഹചര്യം എങ്ങനെയാണ്? സാഹചര്യം ഒന്നുമല്ല. 2018 ഞാൻ എൻ്റെ ലൈഫ് ഇനി നാട്ടിലേക്ക് പോകാം എന്ന് തീരുമാനിച്ച് 2018 വന്നു. അച്ഛൻ്റെ അമ്മയുടെയും കൂടെ. കാരണം ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് പ്രവാസം എന്ന് പറയുന്ന ഈ ഗൾഫിലുള്ള താമസത്തിൽ ഞാൻ എല്ലാവരുടെ പറയാറുണ്ട്, നിങ്ങൾ പൈസ ഉണ്ടാക്കുന്ന എല്ലാം ഓക്കെയാണ്, നിങ്ങൾക്ക് ചെറിയ പ്രായത്തിൽ 3 വയസ്സ് 4 വയസ്സായ സമയത്ത് നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടായിരുന്നു. അന്ന് കൈപിടിച്ച അച്ഛനും അമ്മയും, നമ്മൾ താഴെ വീഴരുത് എന്ന് പറഞ്ഞ കൈപിടിച്ച അച്ഛനെയും അമ്മയെയും അവരെ മറന്നിട്ട് പൈസ ഉണ്ടാക്കാൻ പോകുമ്പോൾ അവർക്ക് നടക്കാൻ പറ്റാത്ത പ്രായമാവുന്നുണ്ട്. ആര് കൈപിടിക്കും? നിങ്ങൾ സേവയിൽ വിളിച്ചിട്ട് ഒരു ആളെ വിളിച്ചു കഴിഞ്ഞാൽ അവർ കൈപിടിക്കണം നിർബന്ധമില്ല. കാരണം അവർ പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നൊരു ചിന്ത മാത്രമാണ്. അപ്പം ഞാൻ ആലോചിച്ചത്, എൻ്റെ അച്ഛന് ഇപ്പോൾ 86 വയസ്സായി, അമ്മയ്ക്ക് 72 വയസ്സായി. അവർക്ക് ഒരു ആവശ്യം, അവർ ഇൻഡിപെൻഡൻ്റ് ആണ്. അവർക്കും ഗോഡ് ഫോർബിഡ് അങ്ങ് അവർക്കൊരു പ്രശ്നം വരാതിരിക്കട്ടെ. അവർക്കൊരു ആവശ്യം എന്ന് പറയുമ്പോൾ അവരുടെ മകനുണ്ട്, എവിടെയോ ഗൾഫിലോ അമേരിക്കയിലോ ഉണ്ട് എന്നല്ല, കൂടെയുണ്ട് എന്ന് പറയാൻ അവർക്ക് ഒരു അവസരം ഞാൻ കൊടുത്താൽ. അത് ഞാൻ തിരുവള്ളുവർ എഴുതിയ വരികൾ അദ്ദേഹം പറയുന്നത്, ഈന്ദ്രപുഴുതിൻ പെരുതുവക്കം തൻ മകൻ സാൻഡ്രോൺ എന്ന് കേട്ടതായി. അതായത് ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുമ്പോൾ ഒരു അമ്മയ്ക്കുണ്ടാവുന്ന സന്തോഷം അതിനേക്കാൾ വലുതാണ് അവൻ നല്ലവനാണ് എന്ന് വലിയ ആൾക്കാർ പറയുമ്പോൾ. ഈന്ദ്രപുഴുതിൻ പെരുതുവക്കം തൻ മകൻ സാൻഡ്രോൺ എന്ന് കേട്ടതായി. അങ്ങനെ എൻ്റെ അമ്മയ്ക്കൊരു നല്ലൊരു അവസരം കൊടുക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ അതിനേക്കാളും വലിയൊരു അവാർഡ് കിട്ടാനില്ല എനിക്ക്. തീർച്ചയായിട്ടും. അങ്ങനെ എൻ്റെ അച്ഛന് ഞാൻ കൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനേക്കാളും വലിയൊരു താങ്ക്സ് ഗിവിങ്, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല.
അപ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നതും എൻ്റെ ലൈഫിൻ്റെ സിറ്റുവേഷൻ വെച്ചിട്ടും കുഞ്ഞുമോളെ കണ്ടിട്ട് കുഞ്ഞുമോളും ഒറ്റയ്ക്കാണ്. അപ്പോൾ അവരുടെ ആ ഒരു സിറ്റുവേഷൻ ഇന്ന് എൻ്റെ കുടുംബത്തിൽ എനിക്ക് എൻ്റെ മക്കളുണ്ട്, ഭാര്യയുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്. ഐ എം കംപ്ലീറ്റ് എന്നുള്ള ഫീലിംഗ് ആണ്. ആ കംപ്ലീറ്റ്നെസ് എനിക്ക് ചിലപ്പോൾ ഞാൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എവിടെയോ ഇരുന്നിട്ട് എൻ്റെ പുറകിൽ സംസാരിക്കുന്ന കുറേ ആൾക്കാർ, അതായത് നല്ലതോ ചീത്തയായിരിക്കും കൂടുതലും. കാരണം ആരും നന്നാവാൻ പാടില്ല. അപ്പം അങ്ങനെ ചീത്ത പറയുന്ന ആൾക്കാരുടെ ഇടയിൽ ഞാൻ എന്തോ ആണെന്നുള്ള തെറ്റിദ്ധാരണയിലേക്ക് എന്തിനു ജീവിക്കണം? അതിനേക്കാളും ഞാൻ നന്നാവണം, എനിക്കൊന്നും വരരുതെന്ന് ആഗ്രഹിക്കുന്ന അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ, എൻ്റെ ഫാമിലിയുടെ കൂടെ, എൻ്റെ കുഞ്ഞുമോളും എൻ്റെ മക്കളുടെയും കൂടെ, അതല്ലേ കുറച്ചുകൂടെ നല്ലതെന്ന് ആലോചിച്ചപ്പോൾ ഐ ഫൗണ്ട് ഇറ്റ് ബെറ്റർ. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് പ്രചരിപ്പിക്കുന്ന കാലമാണ് കടന്നു പോകുന്നത്. അപ്പോൾ ക്രിസ് അവർക്ക് ക്രിസ് ഒരിക്കലും അവരെ ഏതെങ്കിലും ഒരു നെഗറ്റീവ് സൈഡിലേക്ക് പോവുകയോ അവർക്ക് മറ്റൊരു ദോഷം ചെയ്യുകയോ ചെയ്ത ഒരാളായിരിക്കില്ല. പക്ഷേ ഇന്നലെ വരെ ക്രിസ് വേണുഗോപാൽ ആരെന്ന് അവർക്ക് ഇന്നും അറിയില്ല. അവരാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്തിന് ഇയാൾ ഇങ്ങനെ ചെയ്തു, എന്താണ് ഇയാളുടെ പ്രീവിയസ് ബാക്ക്ഗ്രൗണ്ട്, അതായത് എന്തൊക്കെയോ മാന്തി മറിക്കുകയാണ്. ആയിക്കോട്ടെ, ഇതിനെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയില്ലേ ഇത്രയും മാന്തി പറിക്കേണ്ട കാര്യമുണ്ടോ? എന്നെ നേരിട്ട് സംസാരിക്കും, എൻ്റെ അടുത്ത് പറയും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഞാൻ അവരുടെ പെങ്ങളെയാണോ കല്യാണം കഴിച്ചത്? അല്ലല്ലോ. കുഞ്ഞുമോളുടെ ബ്രദറിന് ഒരു പ്രശ്നവുമില്ല, സതീശൻ ഞാനും നല്ല ബന്ധത്തിൽ തന്നെയാണ്. കുഞ്ഞുമോളുടെ പെങ്ങൾക്കും പ്രശ്നമൊന്നുമില്ല, ഫാമിലിയിലുള്ളവർക്കും പ്രശ്നമില്ല, എൻ്റെ ഫാമിലിയിലും പ്രശ്നമില്ല. പിന്നെ ഇവർക്ക് എന്താ പ്രോബ്ലം? അതാണ് അവർ എൻ്റെ അടുത്ത് ചോദിക്കട്ടെ, അവർക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാൻ പരിഹരിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ അവർ ആഗ്രഹിച്ചത് കുഞ്ഞുമോളാണെന്നുണ്ടെങ്കിൽ സോറി, എൻ്റെ ഭാര്യയാണ്. അപ്പം അങ്ങനെയുള്ള ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇപ്പോൾ ആൻറ്റി സോഷ്യൽ മീഡിയ ആണ് ശരിക്കും. തീർച്ചയായിട്ടും ആൻറ്റി സോഷ്യൽ എലിമെൻറ്റ്സ് ആണ്. കാരണം ഈ വയസ്സായ ഞാൻ പോലീസുകാരനാണ്, ഞാൻ ഗവൺമെൻറ് ഓഫീസറാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ചീത്ത എഴുതുന്ന ആൾക്കാർ ഇവരുടെ വീട്ടിലെ മക്കളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അയ്യേ ഇതാണോ എൻ്റെ അച്ഛൻ, ഇതാണോ എൻ്റെ അമ്മ എന്ന് വിചാരിക്കുന്ന അത്രയ്ക്ക് മോശമായിട്ട് എഴുതുന്നത്. ഇവരെങ്ങനെ നന്നാക്കാനാണ്? ഇവരിപ്പം നന്നായില്ല എന്നുകൊണ്ട് ഇനി എന്ന് നന്നാവാനാണ്? സാധ്യത കുറവാണ്. അപ്പം പിന്നെ ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ നന്നാവണം എന്ന് ഉപദേശമൊന്നും കൊടുക്കാൻ ഞാൻ ആരുമല്ല. ബിക്കോസ് അവർക്ക് എന്നെ അറിഞ്ഞേ കൂടാ. അറിയാവുന്ന ആൾക്കാർ പറഞ്ഞാലേ ഇവർ കേൾക്കാൻ പോകുന്നില്ല. പിന്നെയാണോ ഞാൻ പറഞ്ഞത്? LLB എടുത്ത് പിന്നെ അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. ഇതെപ്പോഴാണ് LLB എടുക്കണമെന്നും ഒരു അഡ്വക്കേറ്റ് ആകണമെന്നും ഒക്കെ? എൻ്റെ ഫാമിലിയിൽ എൻ്റെ അപ്പൂപ്പൻ അറിയപ്പെടുന്നൊരു ജുഡീഷ്യൽ പേഴ്സൺ ആയിരുന്നു, എന്ന് വെച്ചാൽ അഡ്വക്കേറ്റ് ആയിരുന്നു. ലോ കൃഷ്ണയ്യർ എന്നാണ് നാട്ടുകാർ വിളിച്ചിരുന്നത്. അപ്പം ലോ കൃഷ്ണയ്യർ എന്ന് വിളിക്കുന്ന ആ ഒരു പേര് വരണം എന്നുണ്ടെങ്കിൽ അത്രത്തോളം ലീഗൽ ലുമിനറി ആയിരുന്നു അദ്ദേഹം. VR കൃഷ്ണയ്യരുടെയും ജസ്റ്റിസ് പരമേശ്വരൻ്റെയൊക്കെ സീനിയർ ആയിരുന്നു, കണ്ടംപററിയും സീനിയറും ഒക്കെ ആയിരുന്നു. അപ്പോൾ VR സാറൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് ഫാമിലി ആയിട്ട് അറിയാം എറണാകുളത്ത്. അപ്പോൾ മുത്തശ്ശൻ അങ്ങനെ ആയിരുന്നു, അച്ഛൻ്റെ അച്ഛൻ. അത് കഴിഞ്ഞ് വല്യച്ഛൻ അദ്ദേഹം അഡ്വക്കസിയിൽ അദ്ദേഹവും പേരെടുത്തു. കൊച്ചിനിലെ ആദ്യത്തെ മുനിസിപ്പൽ കമ്മീഷണറും മേയറും ഒക്കെ ആയിരുന്ന AK ശേഷാദ്രി. അപ്പോൾ അദ്ദേഹവും ഒരു ലീഗൽ ലുമിനറി ആണോ എന്ന് ചോദിച്ചാൽ യെസ്, തീർച്ചയായിട്ടും. കാരണം ലോയിൻ്റെ സൈഡിൽ അദ്ദേഹവും കുറേയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പം 5 years LLB ജോയിൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് സമ്മതിച്ചില്ല, കാരണം കേസില്ല വക്കീലായിട്ട് നടക്കണ്ടെന്ന് പറഞ്ഞിട്ട്. അതെന്താ അങ്ങനെ പറഞ്ഞതെന്നറിയില്ല. ബട്ട് എൻ്റെ ആഗ്രഹം, പഠിക്കാനുള്ള ആഗ്രഹം പ്രോബബ്ലി എൻ്റെ അമ്മ തന്നെ ആയിരിക്കാം. അമ്മ പടി ഇങ്ങനെ പഠിക്കാൻ പറയും. അപ്പോൾ അതാണോന്നറിയില്ല. എവിടെയോ എനിക്ക് MSc കഴിഞ്ഞിട്ട് സൈക്കോളജി പ്രാക്ടീസ് ചെയ്തത്, അതായത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കുറേ ആൾക്കാർക്ക് ലീഗൽ ഇഷ്യൂസ് ഉണ്ട്. അപ്പോഴാണ് ഹരി എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു ഈവനിങ് കോളേജ് ഉണ്ട്, LLB ജോയിൻ ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ആ ആഗ്രഹം മനസ്സിൽ കിടപ്പുണ്ട്. പോസിബിൾ ആണല്ലോ, എന്തുകൊണ്ട് ചെയ്തുകൂടാന്ന് പറഞ്ഞ് ഞങ്ങൾ 3 പേരും ഫോം വാങ്ങിച്ചു. ഞാനും ഒരു അയ്യർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഫ്രണ്ടും ഈ ഹരിയും, ഞങ്ങൾ 3 പേരും ഫോം വാങ്ങിച്ചു. ഞാൻ ഫില്ലപ്പ് ചെയ്തു. എൻ്റെ ആ എക്സൈറ്റ്മെൻറ്റിൽ കൊണ്ടുപോയി കൊടുത്തു. ക്ലാസ് തുടങ്ങി, അവർ പിന്നെയും കൊടുത്തിട്ടില്ല. ഞാൻ റിമൈൻഡ് ചെയ്തു. പടപടയെന്ന് 3 വർഷം കഴിഞ്ഞു. ഞാൻ LLB കഴിഞ്ഞു, ഞാൻ LLM തുടങ്ങി, ഞാൻ ലീഗൽ ഡോക്ടറേറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു വർക്ക് തുടങ്ങി. അവർ ഇതുവരെ ഫോം ഫില്ലപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇറ്റ് വാസ് മെന്റ് ടു ബി സോ. അപ്പോൾ ഐ എം പ്രൗഡ് ദാറ്റ് എൻ്റെ ഫാമിലിയിലുള്ള ഒരു ലെഗസി, അതായത് വല്യച്ഛൻ കഴിഞ്ഞിട്ട് അടുത്ത പ്രാക്ടീസിങ് അഡ്വക്കേറ്റ് ഞാനാണ്. അത് കഴിഞ്ഞ് എൻ്റെ കസിൻ്റെ മകളുണ്ട്. ഇപ്പോൾ അവർ പഠിക്കുന്നുണ്ട്. ഫാമിലിയിൽ പിന്നെയും ലോ തിരിച്ച് വരുന്നുണ്ട്. പക്ഷേ ഐ വുഡ് ബോൾഡ്ലി സേ ദാറ്റ് എൻ്റെ അപ്പൂപ്പൻ, അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മകൻ എൻ്റെ വല്യച്ഛൻ, അത് കഴിഞ്ഞ് ഞാൻ, 3rd generation. അതേപോലെ LLB പഠിക്കുന്ന സമയത്ത് ഐ എം വെരി പ്രൗഡ് ഓഫ് ദാറ്റ് ട്രഡീഷൻ. കാരണം
ഞാൻ പഠിക്കുന്ന സമയത്ത് അവിടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാച്ചാണി സാർ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് രവികുമാർ സാർ ക്ലാസ് എടുക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. രവികുമാർ സാറിൻ്റെ സ്റ്റുഡൻ്റാണ് മനോജ് കൃഷ്ണൻ സാർ. ഗംഭീരമായിട്ട് ലീഗൽ ഡിക്റ്റംസ് ഒക്കെ പഠിപ്പിച്ചത് ഒരിക്കലും ലൈഫിൽ മറക്കാൻ പറ്റാത്ത രീതിയിൽ പഠിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റാണ് ഷിബു സാർ, KSRTC ട്രെയിനിങ് കോളേജിലെ പ്രിൻസിപ്പളാണ്. അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 ജനറേഷൻ കഴിഞ്ഞ് 4ാമത്തെ ജനറേഷനാണ് ഞാൻ. എന്നെ LLM പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പ് ഡിസ്കഷനും ഡിബേറ്റും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത്, ഞാൻ LLB പഠിക്കുന്ന സമയത്ത് LLM ക്ലാസ് എടുക്കുന്നുണ്ട് എൻ്റെ ഈ ലീനിയേജ് ഓഫ് എഡ്യൂക്കേഷൻ. രവികുമാർ സർ, മനോജ് കൃഷ്ണൻ സർ, ഷിബു സർ, ഞാൻ 4 ജനറേഷൻ ഒരുമിച്ച് പഠിപ്പിച്ച കോളേജാണ്. അപ്പോൾ അതൊന്നും ഒരിക്കലും നമുക്ക് കിട്ടാനുള്ളൊരു അവസരം, അത് ഐ വുഡ് സേ അതൊരു ദൈവാനുഗ്രഹം തന്നെയാണ്. തീർച്ചയായിട്ടും അല്ലാതെ നമുക്ക് അങ്ങനെ വരില്ല. ഓക്കെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, അങ്ങ് പിന്നെ അമ്പലങ്ങളിൽ സ്പീച്ചിന് പോകുന്നുണ്ട്, പ്രഭാഷണങ്ങൾ. അത് എങ്ങനെയാണ് അതിലേക്ക് വന്നത്? പ്രഭാഷണം എന്ന് പറയുന്ന ആ വാക്കിന് ഞാൻ യൂഷ്വലി ക്ലാസ് എടുക്കുമ്പോഴും പറയാറുണ്ട്. പ്ര എന്ന് വെച്ചാൽ ടുവേർഡ്സ്, ഭ എന്ന് പറഞ്ഞാൽ വെളിച്ചം. പ്രഭാഷണം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് വെളിച്ചം എത്തിച്ചു കൊടുക്കുക. എന്തിനാണ് ഒരു ക്ഷേത്രം? അതായത് 3 കാലങ്ങളിലും ക്ഷയം സംഭവിക്കാത്ത എന്താണോ അതാണ് ക്ഷേത്രം. അപ്പോൾ അത് നമ്മുടെ ശരീരവും ക്ഷേത്രമാണ്. അപ്പോൾ കാലാതീതമായിട്ട് നിൽക്കുന്ന ഈ ക്ഷേത്രങ്ങളെക്കുറിച്ച് എന്താണ് ഡിവിനിറ്റി, എന്താണ് സ്പിരിച്വാലിറ്റി എന്ന് മനസ്സിലാക്കാൻ എൻ്റെ ആദ്യത്തെ ബുക്കും സ്പിരിച്വാലിറ്റിയിലായിരുന്നു. ആത്മവിചാരം എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് ആദ്യത്തെ ബുക്ക് അതായിരുന്നു. അപ്പോൾ പ്രഭാഷണം തുടങ്ങുന്നത് ഒരിക്കൽ അനീക്കോട് എന്ന് പറഞ്ഞിട്ട് അഞ്ചുമൂർത്തി ക്ഷേത്രമുണ്ട്. അവിടെ ഗണപതിയും ശിവനും ലളിതാംബികയും ഹരിഹരസുതനും ധന്വന്തരിയായിട്ട് മഹാവിഷ്ണു, ഈ 5 വിഗ്രഹങ്ങളുള്ള ഒരു ക്ഷേത്രം. അവിടെ പോയിട്ട് അവിടുത്തെ രക്ഷാധികാരിയുടെ വൈഫിനെ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് ലളിതാ സഹസ്രനാമത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടപ്പോൾ അവർ പറഞ്ഞു, പ്രഭാഷണം ചെയ്യുന്നതിൽ വിരോധമില്ല, ചെയ്യാം. അങ്ങനെ അനീക്കോടിൽ തുടങ്ങിയത്. അവിടെ നിന്ന് പിന്നെ ഓരോ ക്ഷേത്രങ്ങളായിട്ട് വിളിച്ചു. അതിങ്ങനെ പോയി അങ്ങനെ പ്രഭാഷണങ്ങൾ ചെയ്തു വരുന്നു. ഈ പ്രഭാഷണങ്ങളിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് വേറെ ഒന്നുമില്ല, പ്യോർലി സയൻറ്റിഫിക് ആണ്. നമ്മുടെ കാര്യങ്ങൾ സയൻറ്റിഫിക് ആണ്, പ്യോർ സയൻസ് ആണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നന്മയോടെ ജീവിക്കാനോ അല്ലെങ്കിൽ അറിവ് നേടാനോ അല്ലെങ്കിൽ അതിൽ നിന്നൊരു ലെസൺ ഉൾക്കൊള്ളാനോ. കാരണം നമ്മുടെ ഈ ഡിവൈൻ സ്റ്റോറീസ് എല്ലാം പറഞ്ഞിട്ടുള്ളത്, ഈ കഥകളെല്ലാം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ നന്മ ആൾക്കാരിലേക്ക് എത്തിക്കുന്നവനാണ് പ്രഭാഷകൻ. പ്രഭ എത്തിച്ചു കൊടുക്കണം, വെളിച്ചം എത്തിച്ചു കൊടുക്കണം. അപ്പം അത് എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞത് അനീക്കോടിലാണ്. അതിനുശേഷം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അത് പല സ്ഥലങ്ങളിലായിട്ട്. ശരിക്കും ഇതിനെല്ലാം, അതായത് സിനിമ, സീരിയൽ, പ്രഭാഷണം, അങ്ങനെ തുടങ്ങിയ എല്ലാ ഇതിലും അങ്ങ് അത്യാവശ്യം നിറഞ്ഞു നിൽക്കുകയാണ്. ഇതിനെവിടെ നിന്ന് സമയം കണ്ടെത്തുന്നു? ഞാൻ 4 മണിക്കൂറേ ഉറങ്ങാറുള്ളൂ. അത് മതിയോ? ധാരാളം മതി. 270 മിനിറ്റാണ് ഒരാൾക്ക് വേണ്ടത്. 270 മിനിറ്റ് എന്ന് പറയുമ്പോൾ 4.5 മണിക്കൂറോളം വേണം. 4 മണിക്കൂർ, 4.5 മണിക്കൂർ, ഓക്കെ, 5 മണിക്കൂർ നോക്കിയാൽ. ഞാൻ 4 മണിക്കൂർ ഉറങ്ങുന്നതുകൊണ്ട് എല്ലാ ദിവസവും ബാക്കിയുള്ളവരെക്കാളും എനിക്ക് എക്സ്ട്രാ 4 മണിക്കൂറുണ്ട്. അപ്പോൾ എനിക്ക് ഒരാഴ്ചയിൽ ഒരു ദിവസം എക്സ്ട്രാ ഉറങ്ങാനുള്ള സമയത്തോടു കൂടി. അങ്ങനെ ഒരു മാസത്തിൽ 4 52 ആഴ്ചയാകുമ്പോൾ എനിക്ക് 52 ദിവസം എക്സ്ട്രാ ജീവിക്കാൻ പറ്റും. 24 വയസ്സ് തൊട്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. ഈ 4.5 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാൽ ബാക്കി സമയം എനിക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് കുറ്റം പറയാൻ സമയമില്ലാത്തത് എനിക്ക് വേറെ പണിയുള്ളതുകൊണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ, ഈ ആൻറ്റി സോഷ്യൽ മീഡിയയിൽ പറയുന്നവർ അവർക്ക് കുറേ സമയമുണ്ട്. 8 മണിക്കൂർ ഉറങ്ങിയിട്ട് പിന്നെയും സമയമുണ്ടെന്ന് പറഞ്ഞാൽ അവരൊന്നും ചെയ്യുന്നില്ല എന്നർത്ഥം. തീർച്ചയായിട്ടും. അങ്ങനെ ഒരു ജോലി ഇല്ലാത്ത ആൾക്കാർ പറയണം നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യം പറയട്ടെ. തീർച്ചയായിട്ടും. ഈ സ്റ്റോറികൾ തീരുന്നില്ല, ഇതിങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം ക്രിസുമായിട്ടുള്ള അഭിമുഖമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇത് നമുക്ക് വീണ്ടും ഇതുപോലുള്ള ക്രിസ് കഥകളുമായിട്ട് വരികയാണ് അല്ലേ? തീർച്ചയായിട്ടും.